മോളെ വാ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? മക്കളെ നിങ്ങൾ എത്തിയായിരുന്നു. യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് മോശം ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല, റേഞ്ച് ഇല്ലായിരുന്നല്ലേ? റേഞ്ച് ഇല്ലായിരുന്നു. കൂടെ ഉള്ള ഒരാളുടെ അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അയാളുള്ളതുകൊണ്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു. ഫ്ലൈറ്റിന്റെ ടൈം രാവിലെ ഉണ്ടല്ലേ? രാവിലെ ഒരു 5 മണി. ഇവിടുന്ന് ഒരു 2 മണി ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നിന്റെ ഇവിടുത്തെ ശീലമൊക്കെ തന്നെയല്ലേ? പിന്നെ ശീലമൊക്കെ മാറ്റാൻ പറ്റുമോ? മക്കളെ, മോൻ പോകുമ്പോഴത്തേക്ക് നീ ഇങ്ങ് വരുമോ അതെവിടെ തന്നെ നിൽക്കുവോ? ഇല്ലമ്മ, അതിനെപ്പറ്റി ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വേണമെങ്കിൽ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം. ചേച്ചിയാ കളിക്കാൻ പോവാ. ഓടി വീടല്ലേ. നിന്റെ തലമുടിയൊക്കെ പോയല്ലേ പെണ്ണെ, നീ ഇതൊന്നും സൂക്ഷിക്കത്തില്ലേ? അത് വെള്ളം മാറി കുളിച്ചോണ്ടായിരിക്കും, അത്രയും പോയി. നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി മോളെ. വല്ലതും എടുത്ത് കൊടു, ഫ്രഷായിട്ട് അവന് വല്ല കഴിക്കാൻ എടുത്ത് കൊടുത്തു. അവൻ പോയി കഴിഞ്ഞാൽ മോൾ ഇവിടെ നിൽക്കും. പറഞ്ഞതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവനോട് ചോദിക്കട്ടെ എന്നുള്ള എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ സംസാരിക്കാം. ഇവിടെ ആരും ഇല്ലാത്തതല്ലേ. കുറച്ച് ദിവസം ഇവിടെയും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. ഗായത്രി, എന്താ പോലെ എന്താ കാണാനില്ല. മോളെ ഗായത്രി, അച്ഛാ, അമ്മ, മോളെ നിനക്ക് എന്ത് പറ്റി മോളെ? എന്ത് പറ്റി മോളെ നിനക്ക്? മോനെ
നീ വിഷമിക്കണ്ടടാ. ഇത് അവളെന്തോ സ്വപ്നം കണ്ടെന്തോ സംഭവിച്ചതാണ്. നമുക്ക് എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നമുക്ക് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകണ്ട. നാട്ടുകാരന്ന് അതും ഇതൊക്കെ പറയും. നമുക്ക് ആ പട്ടനൊന്നും വരുത്തിയാലോ? അച്ഛൻ എന്തോ ചെയ്, നീ അവിടെ പഴയതുപോലെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. പ്രദീപേ, ആരുമില്ലേ അവിടെ? പ്രദീപേ, ആരുമില്ലേ അവിടെ? ഈ വാതിലെല്ലാം തുറന്നിട്ട് എവിടെ പോയിരിക്കണേ? മോളിന് വാ വാ. മോക്ക് മാമൻ എന്താണ് കൊണ്ടുവന്നെന്ന് അറിയാമോ? ആ പട്ടൻ എത്തിയാന്ന് ഞാൻ അടുക്കളയിലിരിക്കുന്നു. വിളിച്ചത് കേട്ടില്ലായിരുന്നു. അവിടെ ചേട്ടൻ പുറത്തോട്ട് പോയിരിക്കുകയാണല്ലോ. പട്ടനകത്തോട്ട് കയറി ഇരിക്കും. നീ നിൽക്കോ? എന്താ പട്ടനെ? എന്റെ കൈ ഞങ്ങൾക്ക് എന്താ പട്ടനെ? കൈ നോക്കിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. സമയം അത്ര ശരിയല്ലല്ലോ ഡി. പട്ടനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അപ്പൊ അകത്തോട്ട് കയറി ഇരിക്കട്ടാ? ആ കയറി ഇരിക്കേ. പട്ടൻ നേരത്തെ എത്തിയ? ഓ, ഞാൻ ഇപ്പൊ എത്തി. ഞാൻ കൃഷിഭവൻ വരെ പോയിരുന്നു. നേരത്തെ വന്ന പട്ടൻ? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. മച്ചമ്പിയേ, നല്ല സമയമാണല്ലേ വന്ന് കേറിയതും വീട്ടിലെ വിളിച്ചമ്പി. നല്ല സമയം തന്നെ പട്ടനെ, ഒന്നും പറയണ്ട. എന്റെ സമയം നല്ലോണം തെളിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ വന്നില്ലേടാ, ഇനി എല്ലാം ശരിയാവും. കണ്ട ചേട്ടൻ എപ്പ എത്തി? ഞാൻ ഇപ്പൊ വന്ന് കയറിയേ ഉള്ളൂ. പോയ കാര്യം ഒന്നും നടന്നുമില്ല. എനിക്കിത് കുടിക്കാൻ വെള്ളം. ഇപ്പൊ എടുക്കേട്ടാ. മച്ചമ്പി, കാര്യങ്ങളൊക്കെ ഞാൻ അറിയടാ. നീ പേടിക്കണ്ട, എന്തായാലും 1-2 ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. ഇനി എന്ത് വിഷയമാണെങ്കിലും ശരി, നമ്മള് പിടിച്ചടക്കിയിരിക്കും. പോരെ? എന്റെ മോള് മച്ചമ്പി, നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടടേ. എന്റെ മോള് എന്റെ കാഞ്ഞിരം കാട്ട് ചാത്തമാരെ. അമ്മേ ദേവി, എല്ലാരും വെളിയിറങ്ങും പെട്ടെന്ന്. ഒരു കുഴപ്പമില്ല, വെളിയിറങ്ങും. എടാ ഒന്നുമില്ല, എല്ലാം 2 ദിവസം കൊണ്ട് മാമ ശരിയാക്കി തരും.
എന്ത് ഒന്നുമില്ല ആരുമില്ലടാ അവിടെ. ശരി, എല്ലാരും കൂടെ ഒരുമിച്ച് അവിടെ പോയി. ആ പ്രദീപേ, മക്കളെ, കല്യാണം വിളിച്ചു തുടങ്ങിയ? നേരം എടുത്ത ഒരു 100 കൂട്ടം ജോലിയുണ്ട്. മച്ചമ്പിയെ, ഞാൻ ഇവിടെ എത്തി 2 ദിവസം അവിടെ രാത്രി ഇറങ്ങി നടന്നിട്ടില്ല. ഇല്ല, എനിക്കൊരു 2 ദിവസം കൂടെ സമയം കിട്ടിയ ഇവളുടെ അസുഖം എന്നേക്കുമായിട്ട് ഞാൻ ഒന്ന് മാറ്റിത്തരാം. ഈ ഒരു വിശ്വാസം മാത്രമാണ് പട്ടരെ എനിക്കുള്ളത്. ആട് രമേശ, വാ രമേശ, ഇരി രമേശ, ഇരി. പ്രദീപേ, മോള് വന്നല്ലേ? മോള് വന്നു. ഒന്ന് വിളിക്കാമോ? രമേശ ഇരി. മക്കളെ കാണാനായിട്ടാണ് വന്നത് രമേശ മാമൻ. മക്കളെ, ഞാൻ പോട്ടെ പ്രദീപേ. പിന്നെ മരുമോ ഉണ്ടല്ലേ? വിളിക്കണോ? വേണ്ട, ഇല്ല. മക്കളെ പോട്ടാ. കഴിച്ചിട്ട് പോടാ. വേണ്ട. മച്ചമ്പിയെ, ദുരാത്മാക്കൾ അരഞ്ഞിരിഞ്ഞ് നടപ്പ് എന്നടേ. നിനക്കെന്തടിയേ? പാറപ്പുറത്ത് പിള്ളേരൊരു കാര്യം. മോളെ എവിടെ പോണേ? ഇവിടെ സ്ഥലമുണ്ട്. നീ ഇത് എവിടെ കയറി പോണത്? നീ ഇവിടെ സ്ഥലമുണ്ടെന്ന്. മോളെ നീ കയറി വന്നത്? നീയാ? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത്. ഞങ്ങളാ? ഏതാ ഞങ്ങള്? എടാ മഹാഭാവി, നീ എന്റെ പൊന്നു മോളെ അങ്കിളേ എന്നും പറഞ്ഞു നിന്റെ പിറകെ നടക്കുമായിരുന്നില്ലടാ. നീ അവളെ എന്റെ മാതാക്കുട്ടിയെ നീ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ ഗോയത്തോടെ എല്ലാം പറഞ്ഞതാ. നിനക്ക് എങ്ങനെ തോന്നണം? ഈ സമൂഹത്തിന് മുന്നേ നീ എന്നെ മോശക്കാരനാക്കില്ലേ? ഇനി നിന്നെ കൊന്നിട്ട് ചെല്ലിപ്പോടാ. ഓരോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുടെ അവിടെ കുട്ടികൾ. നീ ആ സ്വപ്നത്തെ നിന്നെപ്പോലുള്ള ദുഷ്ടന്മാർ ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല.
നിനക്ക് ഇങ്ങനെ തോന്നണ്ട? ഈ കൊച്ചു കുട്ടികളെ, ഈ കുരുന്നുകളെ ഉറപ്പാട്ടി നീ എങ്ങനെ ആ പ്രദീപിന്റെ മുഖത്ത് നോക്കുന്നടാ? നിന്നെ ഇവിടെ എത്തിക്കാനാണോ ഞാൻ ഈ പെടാ പാടിട്ടത്? നിനക്ക് എന്റെ ഗായത്രി മോളെ ഇനി വേണോടാ? വിടില്ല അവനെ.